എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നവർക്കും ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാവുന്നവർക്കും ഒരേപോലെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് തോന്നുന്നത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോഴാണ്. പക്ഷേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. എന്താണെന്നറിയോ, ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന 2 തെറ്റുകളുണ്ട്. ഈ 2 മിസ്റ്റേക്സ് ഒഴിവാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ 2 തെറ്റുകൾ ഏതൊക്കെയാണെന്നും അത് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാമെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. നമുക്കൊരാളോട് ചോദിക്കണം, നീ ഉറങ്ങുകയായിരുന്നോ എന്ന്. ഇത് ഇംഗ്ലീഷിൽ പലരും ചോദിക്കുന്നത് യു ആർ സ്ലീപ്പിംഗ് എന്നായിരിക്കും. ഇവിടെ എന്തോ ഒരു പെശകുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. ട്രെയിൻ വൈകിയോ എന്നാണ് ചോദ്യം. അത് ഇംഗ്ലീഷിൽ ചിലപ്പോൾ ചോദിക്കുന്നത് ദ ട്രെയിൻ വാസ് ലേറ്റ് എന്നായിരിക്കും. മൂന്നാമത്തത്, മായ നിൻ്റെ ബന്ധുവാണോ? മായ ഈസ് യുവർ റിലേറ്റീവ് എന്നാണ് ഇവിടെ ചോദ്യം വന്നത്. അപ്പോൾ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഒരുമിച്ചൊന്ന് എഴുതി കാണിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഇവിടുത്തെ തെറ്റെന്ന്? ഇവിടെ ഒരു തെറ്റേ ഉള്ളൂ. ഈ 3ഉം ചോദ്യങ്ങളല്ല, ഇത് 3ഉം സെൻറ്റൻസസ് ആണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണിത്. ആ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ചെയ്യാറുള്ളത് ആ സെൻറ്റൻസ് തന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ ടോണിൽ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ഒരു തെറ്റാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും എങ്ങനെ ശരിയായ രീതിയിൽ ചോദിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇതായിരുന്നല്ലോ, യു ആർ സ്ലീപ്പിംഗ് എന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഇതൊരു സെൻറ്റൻസ് ആണ്. ഇത് ചോദ്യമാക്കാൻ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്, വർ യു സ്ലീപ്പിംഗ്. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഇവിടെ നമ്മൾ നിന്നെ പറ്റിയാണ് ചോദിക്കുന്നത്, യു, അതാണ് സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് വേർബ് എന്താണ് ശരിക്കും ഇവിടെ? വർ സ്ലീപ്പിംഗ് എന്നുള്ളതാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പിംഗ് ആണ് ശരിയായ വേർബ്, മെയിൻ വേർബ്. ആ വർ എന്നുള്ളത് ഹെൽപ്പ് ചെയ്യാൻ വന്നൊരു വേർബാണ്, ഹെൽപ്പിംഗ് വേർബാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹെൽപ്പിംഗ് വേർബ് വെച്ചാണ് തുടങ്ങുന്നത്. വർ യു സ്ലീപ്പിംഗ് ചോദ്യമായി. അപ്പോൾ ഇതിനൊരു ഉത്തരം വരുന്നത് എങ്ങനെയായിരിക്കും? അതെ അല്ലെങ്കിൽ അല്ല എന്നായിരിക്കും അല്ലേ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതാണ് വേർഡ് ഓർഡർ. ഇതുപോലെ അടുത്തത് നോക്കാം. ട്രെയിൻ വൈകിയോ എന്നതിന് നമ്മൾ തെറ്റായി ചോദിച്ചത് ദ ട്രെയിൻ വാസ് ലേറ്റ് എന്നായിരുന്നല്ലോ. ഇവിടെ എങ്ങനെയാണ് തിരുത്തേണ്ടത്? വാസ് ദ ട്രെയിൻ ലേറ്റ് എന്ന് ചോദിക്കണം. ഇവിടെ വാസ് മാത്രമാണ് വേർബ്, അത് ആദ്യം ചോദിക്കുക. നമ്മൾ എന്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്? ട്രെയിനിനെ പറ്റി അല്ലേ? സബ്ജക്റ്റ് ട്രെയിനാണ്, അത് രണ്ടാമത് വരിക. വാസ് ദ ട്രെയിൻ ലേറ്റ്, ചോദ്യം ശരിയായി. ഇനി അടുത്തത് നോക്കിയേ, മായ നിങ്ങളുടെ ബന്ധുവാണോ? മായ ഈസ് യുവർ റിലേറ്റീവ് എന്നാണ് ഞാൻ ചോദിച്ചത്. ശരിക്ക് തിരുത്തേണ്ടത് എങ്ങനെയാണ്? ഇസ് മായ യുവർ റിലേറ്റീവ് എന്നാണ് വരേണ്ടത്. ഇസ് ആണ് ഇവിടുത്തെ വേർബ്, അത് ആദ്യം വരിക. ഇസ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ചോദിക്കുന്ന മായയെ പറ്റിയല്ലേ, മായ സബ്ജക്റ്റ് ആണ്, അത് രണ്ടാമത് വരണം. ഇസ് മായ യുവർ റിലേറ്റീവ്, ചോദ്യം ശരിയായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെ അല്ലെങ്കിൽ അല്ല എന്നാണ് ഉത്തരം കിട്ടുന്നത്. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് വരും. എന്ന് വെച്ചാൽ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയില്ലേ, വാട്ട്, ഹൂ, വെൻ, വെയർ എന്നൊക്കെ ചോദിക്കുന്ന തരം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരുമ്പോഴും ടെക്നിക്ക് ഇത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരെണ്ണം നമുക്ക് നോക്കാം. മലയാളത്തിൽ ചോദ്യം ഇതാണ്, നീ എന്തിനാണ് ചിരിക്കുന്നത്? പലപ്പോഴും നമ്മൾ തെറ്റി ചോദിക്കാറുള്ളത് വൈ യു ആർ ലാഫിങ് എന്നാണ്. അവിടെ വൈ യു ആർ ലാഫിങ് അല്ല പറയേണ്ടത്, വൈ ആർ യു ലാഫിങ്. അപ്പോൾ ഇവിടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ആ ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടല്ലോ, വൈ, എന്തുകൊണ്ട് എന്നുള്ളത്, അതാദ്യം വന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വേർഡ് ഓർഡർ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വൈ യു ആർ അല്ല, വൈ ആർ യു ലാഫിങ്. വൈ കഴിഞ്ഞിട്ട് ആർ, ആ ഹെൽപ്പിംഗ് വേർബ് വന്നു. അത് കഴിഞ്ഞിട്ട് യു, പിന്നെ ലാഫിങ്. ക്വസ്റ്റ്യൻ പെർഫെക്റ്റായി. അടുത്തത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. അവൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് തെറ്റി പലരും ചോദിക്കുന്നത് വാട്ട് ഷി വാസ് ഡൂയിങ് എന്നായിരിക്കും. എങ്ങനെയാണ് തിരുത്തേണ്ടത്? വാട്ട് വാസ് ഷീ ഡൂയിങ്. ഓക്കെ ആയി. ഇപ്പം നമ്മൾ കണ്ടത് ഇസ്, ആർ, അതുപോലെ വാസ്, വേർ ഒക്കെ വേർബോ ഹെൽപ്പിംഗ് വേർബോ ആയിട്ട് വരുന്ന തരം സെൻറ്റൻസസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നതെന്നാണ്. പക്ഷേ ഇനി ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് കേട്ടോ തരുന്നത്. ഇവിടുത്തെ വ്യത്യാസം വേർബിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നീ എൻ്റെ കൂടെ വരുമോ എന്നാണ്. ഇത് ഇംഗ്ലീഷിൽ ഞാൻ ചോദിച്ചത് യു വിൽ കം വിത്ത് മീ എന്നാണ്. അടുത്തത്, ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവരണോ എന്നാണ് ചോദ്യം. ഇംഗ്ലീഷിൽ വന്നത് വി ഷുഡ് ബ്രിങ് ഫുഡ് എന്നാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, അയാൾക്ക് നീന്താൻ സാധിക്കുമോ എന്ന ചോദ്യം ഇംഗ്ലീഷിൽ വന്നത് ഹി ക്യാൻ സ്വിം എന്നാണ്. എന്താണ് ഇവിടുത്തെ തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെയും വേർഡ് ഓർഡർ തന്നെയാണ് തെറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സെൻറ്റൻസസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ നമുക്കത്ര ഉറപ്പില്ലാത്തത് കൊണ്ട്
നമ്മൾ ഈ സെൻറ്റൻസസ് തന്നെ ഒരു ചോദ്യത്തിൻ്റെ ടോണിൽ ചോദിക്കുക ചെയ്തത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് ഓരോന്നും തിരുത്തുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് നോക്കൂ, യു വിൽ കം വിത്ത് മീ എന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ ഇവിടെ യു, നിങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. യു ആണ് സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് വേർബ് എന്താണ്? വിൽ കം എന്നതാണ് വേർബ്. കം എന്നതാണ് ശരിക്കുള്ള മെയിൻ വേർബ്. വിൽ ഒരു മോഡൽ വേർബാണ്, അതും ഹെൽപ്പിംഗ് വേർബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നമ്മളിതൊരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക? ആ ഹെൽപ്പിംഗ് വേർബിനെ മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും? വിൽ യു കം വിത്ത് മീ എന്നാവും ചോദ്യം. ചോദ്യം പെർഫെക്റ്റ് ആയപ്പോൾ. അപ്പോൾ അടുത്തതോ, വി ഷുഡ് ബ്രിങ് ഫുഡ് അല്ല, ഷുഡ് വി ബ്രിങ് ഫുഡ് എന്നാണ് വരേണ്ടത്. ഷുഡ് ആണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ്, അത് ആദ്യം വരട്ടെ. ഷുഡ് വി ബ്രിങ് ഫുഡ്. അതുപോലെ അടുത്തത്, അയാൾക്ക് നീന്താൻ സാധിക്കുമോ എന്ന് ചോദിക്കാൻ ക്യാൻ ഹി സ്വിം എന്നാണ് വരേണ്ടത്. ക്യാൻ ഹെൽപ്പിംഗ് വേർബാണ്, അത് ആദ്യം വരണം. ക്യാൻ ഹി സ്വിം എന്നാണ് ചോദിക്കേണ്ടത്. ഇതുവരെ നമ്മൾ കണ്ടത് ഈ ഹെൽപ്പിംഗ് വേർബ്സ് വരുന്ന തരം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം കണ്ടില്ലേ ഇസ്, ആർ, വാസ്, വേർ ഒക്കെ വന്നത്. ശരിക്കും പറഞ്ഞത് ബിയുടെ ഫോംസ് ആണ്. ചില സെൻറ്റൻസസിൽ അവർ ഹെൽപ്പിംഗ് വേർബായിട്ടാണ് വന്നത്, പക്ഷെ ചിലതിൽ മെയിൻ വേർബായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു മോഡൽ വേർബ്സ് ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന്. മുൻപ് ഓർമ്മയില്ലേ? ക്യാൻ, ഷുഡ്, വിൽ ഒക്കെ വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുമ്പോൾ പതിവായിട്ട് വരുത്തുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളതാണ്. അതിന് പറ്റിയ എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, നീ എന്നോട് യോജിക്കുന്നുണ്ടോ? മിക്കവാറും നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇംഗ്ലീഷിൽ യു എഗ്രി വിത്ത് മീ എന്നായിരിക്കും. ആ ചോദ്യത്തിലൊരു പ്രശ്നമുണ്ട്. വേറൊരു സിമ്പിളായിട്ടുള്ള ചോദ്യം, നിങ്ങൾക്ക് ചായ വേണോ? യു വോണ്ട് ടീ എന്നായിരിക്കും ഒരുപക്ഷെ നമ്മൾ ചോദിക്കുക. മറ്റൊന്ന്, അവർക്ക് വീട് ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിക്കേണ്ടത്. നമ്മൾ ചോദിക്കുന്നത് ദേ ലൈക്ക് ദ ഹൗസ് എന്നായിരിക്കും. ഇവിടെയും പ്രശ്നം നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ്. ഇതെല്ലാം സെൻറ്റൻസസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതിനെ നമ്മൾ ചോദ്യമാക്കാൻ വേണ്ടി ആ ചോദ്യത്തിൻ്റെ ടോൺ അങ്ങോട്ട് മാറ്റി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ, നമ്മൾ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു അല്ലേ, യു എഗ്രി വിത്ത് മീ എന്ന്. ഞാൻ പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെൻറ്റൻസ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാം, ഹെൽപ്പിംഗ് വേർബ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ മോഡൽ വേർബ്സ് ഒന്നുമില്ലല്ലോ. വിൽ, ക്യാൻ, മസ്റ്റ്, ഷുഡ്, ഷാൽ ഒന്നും വന്നിട്ടില്ല. അതുപോലെ ബിയുടെ ഫോംസ് ഇല്ലേ, ഇസ്, ആർ, വാസ്, വേർ, ആം, അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്കൊരു ഹെൽപ്പിംഗ് വേർബിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ നമ്മളൊരു ഹെൽപ്പിംഗ് വേർബിനെ നമ്മളായിട്ട് തന്നെ കൊണ്ടുവരേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള തരം സെൻറ്റൻസസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർബ്സ് 3 എണ്ണം ഉണ്ട്. ഡു, ഡസ്, ഡിഡ്. ഇതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഈ സെൻറ്റൻസിൽ തന്നിരിക്കുന്ന വേർബ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടുത്തെ വേർബ് എഗ്രി ആണല്ലോ. യു എഗ്രി വിത്ത് മീ എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ എഗ്രി എന്ന് പറയുന്ന വേർബ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അവിടെ എസ് ചേർന്നിട്ടില്ല, അതിൻ്റെ പാസ്റ്റ് ഫോമും അല്ല. എഗ്രീഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഹെൽപ്പിംഗ് വേർബ് ഡു ആണ്. നോക്കൂ, ഡൂവിൽ നമ്മൾ എസ് ചേർത്തിട്ടില്ല. എസ് ചേർത്താൽ അവിടെ ഡസ് ആണ് വരിക. ഡൂവിൻ്റെ പാസ്റ്റ് ഫോം ഡിഡു അല്ല നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ചേർക്കേണ്ടത്? ഡു. അപ്പോൾ ചോദ്യം എന്താവും? ഡു യു എഗ്രി വിത്ത് മീ. അവിടെ യു എഗ്രി വിത്ത് മീ എന്നല്ല ചോദിക്കേണ്ടത്, ഡു യു എഗ്രി വിത്ത് മീ എന്നാണ് ചോദ്യം വരിക. അടുത്തത്, യു വോണ്ട് ടീ എന്നല്ല ചോദ്യം വരേണ്ടത്. പകരം എന്താ ചെയ്യേണ്ടത്? ഡു ചേർക്കണം. എങ്ങനെ മനസ്സിലായി? വേർബ് നോക്കൂ, യു വോണ്ട് ടീ. വോണ്ട്, വോണ്ട്സ് അല്ല, വോണ്ടഡും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡു ആണ് ചേർക്കേണ്ടത്. ഡു യു വോണ്ട് ടീ? ചോദ്യമായി. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ഞാൻ ചോദിക്കുന്നത് അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ, ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചത് ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്നാണ്. ചോദ്യം തെറ്റാണ്. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹെൽപ്പിംഗ് വേർബ്? സംശയമുണ്ടോ? ആ വേർബ് ഒന്ന് നോക്കൂ. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്പീക്സ് എന്ന് വന്നിട്ടുണ്ട്, ആ വേർബിൻ്റെ കൂടെ എസ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏത് ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കും? ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് ചോദിക്കുക. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡസ് ഷീ കഴിഞ്ഞിട്ട് പിന്നെ സ്പീക്സ് എന്ന് വന്നില്ല. കാരണം ഇവിടെ ഞാൻ ഹെൽപ്പിംഗ് വേർബിൻ്റെ കൂടെ എസ് ചേർത്തിട്ടുണ്ട് അല്ലേ, ഡസ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡസ് ഷീ സ്പീക്സ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഡു, ഡസ്, ഡിഡ് ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും വേർബിൻ്റെ ബേസ് ഫോം മാത്രമേ വരാൻ പാടുള്ളൂ. ഇനി അടുത്ത നോക്കാം. അവർക്ക് വീട് ഇഷ്ടമായോ എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷേ എന്നെ ദേ ലൈക്ക് ദ ഹൗസ് എന്നല്ല ചോദിക്കുക. ഇവിടെ വേർബ് ഒന്ന് നോക്കൂ. ലൈക്ഡ് ആണ് വേർബ്. അത് ലൈക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണിത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതാണ് ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യേണ്ടത്? ഡു അല്ല, ഡസ് അല്ല, ഡിഡ് ആണ് വരേണ്ടത്. അപ്പോൾ എന്താ വരിക നോക്കൂ ചോദ്യം. ഡിഡ് ദേ ലൈക്ക് ദ ഹൗസ്? ശ്രദ്ധിച്ചോ,
ലൈക്ഡ് എന്ന് ഇനി ചോദിക്കരുത് കേട്ടോ. ഡിഡ് നമ്മൾ ഹെൽപ്പിംഗ് വേർബായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു, പാസ്റ്റ് ഫോമാണിത്. അതുകൊണ്ട് ഡിഡ് ദേ ലൈക്ക്, ദേ കഴിഞ്ഞിട്ട് പിന്നെ ആ ലൈക്ക് എന്ന വേർബിൻ്റെ ബേസ് ഫോമേ വരാവൂ. ഡിഡ് ദേ ലൈക്ക് ദ ഹൗസ് എന്നാണ് ചോദ്യം വന്നത്. ഇതേപോലെ ഒരു ചോദ്യം കൂടെ, അവൾക്ക് ജോലി കിട്ടിയോ എന്നാണ് ചോദ്യം. ഒരു പക്ഷെ നമ്മൾ പലരും ചോദിക്കുക ഷി ഗോട്ട് ദ ജോബ് എന്നായിരിക്കും. ഇതെങ്ങനെയാണ് ശരിയായി ചോദിക്കേണ്ടത്? ആദ്യം വേർബ് നോക്കൂ. ഗോട്ട് എന്നാണ് വേർബ്, കിട്ടി എന്നാണല്ലോ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഗെറ്റ് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഈ ഗോട്ട്. ഇവിടെ പാസ്റ്റ് ടെൻസ് വന്നതുകൊണ്ട് നമ്മൾ ഡിഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉപയോഗിക്കേണ്ടത്. ഡിഡ് ഷീ, ശ്രദ്ധിക്കണം, ഡിഡ് ഷീ ഗെറ്റ് ദ ജോബ് എന്നാണ് വരേണ്ടത്. ഡിഡ് ഷീ ഗോട്ട് അല്ല കേട്ടോ, ഡിഡ് ഷീ ഗെറ്റ് ദ ജോബ്. ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം യെസ് അല്ലെങ്കിൽ നോ എന്നല്ലേ ഉത്തരം കിട്ടുക. പക്ഷെ ഇതേപോലെ തന്നെ നമുക്ക് WH ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതായത് ഹൂ, വാട്ട്, വെയർ, വെൻ അങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് ഇവിടെ ചേർത്ത് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് ഒന്ന് രണ്ടെണ്ണം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്നതിന് വേ ഹി ലിവ്സ് എന്നല്ല ചോദിക്കേണ്ടത്, വേർ ഡസ് ഹി ലിവ്. ലിവ്സ് ആണല്ലോ ഇവിടുത്തെ വേർബ്, എസ് ചേർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഡസ് ഉപയോഗിക്കണം. വേർ ഡസ് ഹി ലിവ്, അവസാനം ആ എസ് മാറ്റാൻ മറക്കരുത് കേട്ടോ. അടുത്തത് നോക്കൂ, നിങ്ങൾ എപ്പോൾ വന്നു എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും പലരും തെറ്റി ചോദിച്ചേക്കാം വെൻ യു കെയിം എന്ന്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യം ശരിയാക്കുക? ഇവിടെ വന്നു, കെയിം എന്നാണല്ലോ വേർബ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യണം. അപ്പോൾ വെൻ ഡിഡ് യു കം എന്ന് വരും. അപ്പോൾ ഇവിടെ കെയിം എന്ന് പറയുന്നത് കം എന്ന വേർബിൻ്റെ പാസ്റ്റ് ഫോമാണ്. അപ്പോൾ ഡിഡിന് ശേഷം ആ കം, ആ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് വെൻ ഡിഡ് യു കം എന്ന് ചോദിച്ചത്. ഇപ്പം നമ്മൾ കണ്ടത് ഹെൽപ്പിംഗ് വേർബ്സ് വരാത്ത തരം സെൻറ്റൻസസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അവിടെ നമ്മൾ ഡു, ഡസ്, ഡിഡ് ഇതിലേതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം കണ്ട കാറ്റഗറിയില്ലേ ഹെൽപ്പിംഗ് വേർബ്സ് വരുന്ന തരം സെൻറ്റൻസസിൽ, അതിൽ പെടുന്ന തരം ചില എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഞാൻ മനഃപൂർവ്വമാണ് ഇത് അവസാനത്തേക്ക് വെച്ചത്, കാരണം അവിടെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. നമ്മൾ ഒരാളെ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പറയാറില്ലേ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത് ശരിക്കൊരു ചോദ്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മളിത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ചോദ്യമാണ് കേട്ടോ, പക്ഷെ ഇതിങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, വി ഹാവ് മെറ്റ് ബിഫോർ എന്ന്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അത് നമ്മളൊരു ചോദ്യത്തിൻ്റെ രൂപത്തിലാക്കിയതാണ്. വി ഹാവ് മെറ്റ് ബിഫോർ എന്ന്. ശരിക്കും എങ്ങനെയാണ് ഇത് ചോദ്യമായിട്ട് വരേണ്ടത്? ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ വി എന്നതാണ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഹാവ് മെറ്റ് എന്നതാണ് വേർബ്. അതിൽ മെറ്റ് എന്നത് മെയിൻ വേർബാണ്. ഇപ്പോൾ കണ്ടുമുട്ടുക എന്നൊക്കെ പറയില്ലേ, അതാണ് ആ മീറ്റിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ വന്നത്. അപ്പോൾ മെറ്റ് എന്നതാണ് മെയിൻ വേർബ്. ഹാവ് ഇവിടെയും ഒരു ഹെൽപ്പിംഗ് വേർബാണ്. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ് വരുന്ന സ്ഥിതിക്ക് എവിടെയാണ് അത് ശരിക്കും ചോദ്യത്തിൽ വരേണ്ടത്? അതാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ശരിക്കും ചോദ്യം വരിക ഹാവ് വി മെറ്റ് ബിഫോർ എന്നാണ്. അപ്പോൾ നമ്മളിതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്നുള്ള അർത്ഥം വന്നു. ഇതുപോലെ ഒരെണ്ണം കൂടെ നമുക്ക് ചോദിക്കേണ്ടത് മീറ്റിംഗ് ഇതിനോടകം കഴിഞ്ഞോ എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ദ മീറ്റിംഗ് ഹാസ് എൻഡഡ് എന്ന്. പക്ഷെ ശരിക്കും എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഹാസ് ദ മീറ്റിംഗ് എൻഡഡ് എന്നാണ് ചോദ്യം വരേണ്ടത്. ഇവിടെ ഹാസ് ഒരു ഹെൽപ്പിംഗ് വേർബാണ്, അതാണ് ആദ്യം വരേണ്ടത്. ഹാസ് ദ മീറ്റിംഗ് എൻഡഡ് എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടായേക്കാമെന്ന്. അത് എപ്പോഴാണ് വരുന്നത്, ആ കൺഫ്യൂഷൻ വരുന്നത് എപ്പോഴാണെന്ന് ഞാൻ അടുത്ത എക്സാമ്പിളിൽ കാണിക്കാം. നിങ്ങൾ നോക്കൂ, എനിക്ക് ചോദിക്കണം നിങ്ങൾക്കൊരു എക്സ്ട്രാ പെൻ ഉണ്ടോ, ഒരു സ്പെയർ പെൻ ഉണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ പലരും തെറ്റിച്ച് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, യു ഹാവ് എ സ്പെയർ പെൻ എന്ന്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് ശരിയാക്കണം. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഈ ഹാവ് കാണുമ്പോൾ പലരും വിചാരിക്കുക ഈ ഹാവിനെ വെച്ച് നമ്മൾ സെൻറ്റൻസ് തുടങ്ങണം എന്നാണ്. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഹാവ് ഒരു ഹെൽപ്പിംഗ് വേർബ് അല്ല. അതെങ്ങനെ മനസ്സിലായി? ഇവിടെ ഹാവ് കഴിഞ്ഞിട്ട് വേർബ് വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചത് യു ഹാവ് എ സ്പെയർ പെൻ എന്നാണ്. ഹാവ് കഴിഞ്ഞിട്ട് വന്നത് ഒരു നൗൺ ആണ്, ഒരു വസ്തുവിൻ്റെ പേരാണ് അല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹാവ് ഒരു മെയിൻ വേർബാണ്. അങ്ങനെ മെയിൻ വേർബായിട്ട് ഹാവ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്കൊരു ഹെൽപ്പിംഗ് വേർബ് വേണമല്ലോ. അവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ടെക്നീക്ക് ഉപയോഗിക്കണം. ഇവിടെ ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് യൂസ് ചെയ്യണം. ഇവിടെ ഏത് ഉപയോഗിക്കും? ഇവിടെ യു ആണ് സബ്ജക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഡു ആണ് വരേണ്ടത്. ഡു യു ഹാവ് എ സ്പെയർ പെൻ എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ ഇതുപോലെ ഒരു എക്സാമ്പിളൂടെ കാണിക്കാം. നിങ്ങൾക്കൊരു സഹോദരി ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. പലരും ചോദിക്കുക യു ഹാവ് എ സിസ്റ്റർ എന്നായിരിക്കും. അപ്പോൾ ഇവിടെയും ചോദ്യം ശരിയാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കൂ. ഇവിടെ ഹാവ് കഴിഞ്ഞിട്ട് വന്നത് വേർബ് അല്ല, ഹാവ് കഴിഞ്ഞിട്ട് വന്നത് എ സിസ്റ്റർ എന്നൊരു നൗൺ ആണ്.
അപ്പോൾ ഇവിടെ ഹാവ് ഒരു ഹെൽപ്പിംഗ് വേർബാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഡു, ഡസ്, ഡിഡ് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം. ഏതാ യൂസ് ചെയ്യുക? യുവിൻ്റെ കൂടെയാണല്ലോ ഡു ചേർക്കണം. ഡു യു ഹാവ് എ സിസ്റ്റർ എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട ഏറ്റവും കോമൺ ആയ 2 മിസ്റ്റേക്സ് ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. വേറെയും ഒരുപാട് തെറ്റുകൾ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുമ്പോൾ വരാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. ആദ്യത്തത്, ഈ കാണുന്നത് തെറ്റായ ചോദ്യമാണ്. അയാൾ ടെസ്റ്റ് പാസ്സായോ എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിച്ചത് ഹി പാസ്ഡ് ദ ടെസ്റ്റ് എന്നാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ തിരുത്തുക? അടുത്തത്, അവൾ ഇവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ചോദ്യം വന്നത് ഷീസ് ഹിയർ എന്നാണ്. ഇതൊരു സെൻറ്റൻസ് ആണല്ലോ. ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കും എന്ന് നിങ്ങൾ നോക്കൂ. മൂന്നാമത്തത്, നിങ്ങൾക്ക് സഹായം വേണമെന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. പക്ഷെ ഞാൻ ചോദിച്ചത് യു നീഡ് ഹെൽപ്പ് എന്നാണ്. ഇതും ഒരു സെൻറ്റൻസ് ആണ്. ഇതിനെ ഒന്ന് ക്വസ്റ്റ്യൻ ആക്കി മാറ്റും. ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അധികം താമസിയാതെ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ബൈ.